السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, പ്രത്യേകിച്ച് നോമ്പുകാരെ, നമ്മുടെ ഇന്നത്തെ വിഷയം ഫാസ്റ്റിംഗ് ഇൻ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. നമ്മുടെ മനഃശാസ്ത്രപരമായിട്ട് നോമ്പിനെ പറ്റിയുള്ള ഒരു അപഗ്രഥനം, ഒരു വിലയിരുത്തൽ. കാരണം നമ്മൾ ഏത് കാര്യവും ഭൗതിക ശാസ്ത്രത്തിൻ്റെ അകമ്പടിയോടുകൂടി മനസ്സിലാക്കുമ്പോൾ കൂടുതൽ വ്യക്തത കിട്ടുകയും മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ദീൻ്റെ പ്രകാശം അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് ഇബാദത്തും നമ്മൾക്ക് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ പരിപൂർണമായ ശുദ്ധീകരണ ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരത്തിൽ, അതുപോലെ നോമ്പ്, സക്കാത്തിൽ, ഇതിൽ വളരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും വ്യക്തി, കുടുംബം, സമൂഹം മാറ്റങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം എഫക്റ്റീവാണ് അള്ളാഹു നിർണയിച്ചു തന്ന നമ്മുടെ ഇബാദത്തുകൾ. അത് പ്രത്യേകിച്ച് നോമ്പിലൊരു മനുഷ്യന് അവൻ്റെ 3 സ്വഭാവത്തിലുള്ള ആരോഗ്യമാണ് അവൻ വീണ്ടെടുക്കുന്നത്. ഒന്ന്, അവൻ്റെ യഥാർത്ഥ ആരോഗ്യം, സൈക്കോളജിക്കൽ ഹെൽത്ത്, ഫിസിയോളജിക്കൽ ഹെൽത്ത്. രണ്ടാമത് സൈക്കോളജിക്കൽ ഹെൽത്ത്. 3, സ്പിരിച്വൽ ഹെൽത്ത്. മർമ്മപ്രധാനമായ ഒരു മനുഷ്യനുണ്ടാവേണ്ട അവൻ്റെ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ സ്പിരിച്വൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ആത്മീയത, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റമളാൻ മാസത്തിലൂടെ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കേണ്ടത്. അതിനും എന്ത് ചെയ്യാൻ, നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പായിരിക്കണം. എങ്ങനെയാണോ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പ്, ആ സ്വഭാവത്തിൽ അതിൻ്റെ എല്ലാ ഷർത്തുകളും കണ്ടീഷൻസും സുന്നത്തും അതിൻ്റെ യഥാർത്ഥ മുറപ്രകാരം നോമ്പ് നോക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മീയമായി നല്ല ഉയർച്ച ഉണ്ടാകും. രണ്ടാമത്തെ, നമ്മൾക്ക് നോമ്പിലൂടെ കിട്ടാവുന്ന എന്താണ്? സൂമു തസിഹു, നിങ്ങൾ ടേക്ക് ഫാസ്റ്റ് ആൻഡ് ബി ഹെൽത്തി. നല്ല ആരോഗ്യമുണ്ടാവണമെങ്കിൽ നോമ്പ് അനിവാര്യമാണ്. ആരോഗ്യം എന്ന് പറയുമ്പോൾ തടിയും വേണമല്ല, മറിച്ച് അവൻ്റെ ബോഡി സ്മൂത്തായിട്ട്, അവൻ്റെ മെറ്റബോളിസം, അവൻ്റെ സിസ്റ്റം, 12ഓളം സിസ്റ്റമൊക്കെ ഈസിയായി ഭംഗിയായി വർക്ക് ചെയ്യണമെങ്കിൽ അവൻ നോമ്പ് നോറ്റിരിക്കണം. അതിനുവേണ്ടി മനുഷ്യകുലത്തിന് വേണ്ടിയാണ് ഈ 30 ദിവസത്തെ നോമ്പ് നിർബന്ധമാക്കിയത്. പക്ഷേ അത് അംഗീകരിച്ചവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞത്. സത്യവിശ്വാസികൾ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി. സത്യവിശ്വാസി ആകുമ്പോൾ അവൻ അംഗീകരിച്ചു. ബാക്കി സത്യവിശ്വാസം ആകുന്നില്ല, അതുകൊണ്ട് അവൻ അംഗീകരിക്കുന്നത് വന്നു. അതുകൊണ്ട് മനുഷ്യൻ ആവശ്യമാണ്. അവൻ്റെ എല്ലാ നിലക്കുള്ള സർവോന്മുഖമായ അവൻ്റെ ഉയർച്ചയ്ക്ക് നോമ്പ് ആവശ്യമാണ്. 3, സൈക്കോളജിക്കൽ, അവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മനുഷ്യനെ മനസ്സമാധാനത്തോടു കൂടി, അവൻ്റെ മനഃശാസ്ത്രം അള്ളാഹുവിനറിയാം. ആ മനഃശാസ്ത്രം, അവൻ്റെ മനസ്സ്, അവൻ്റെ ആത്മീയത, അവൻ്റെ ആരോഗ്യം, ഇത് ഒരു ട്രാങ്കുലൈസ്ഡ് ആയിരിക്കണം, വെൽ സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. എന്നാലേ സ്മൂത്തായിട്ടുള്ള സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവൻ്റെ സൃഷ്ടിപ്പ് തന്നെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതാ ഖുർആൻ പറയുന്നത്, വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ ഉതകുമാറുന്നതിൻ്റെ സൃഷ്ടിപ്പുണ്ട്. നീ സ്വന്തത്തിലേക്ക് നോക്കിയാൽ മതി. ജസ്റ്റ് റിഫ്ലക്റ്റ് ഓൺ യുവർ സെൽഫ്. അവിടെ അള്ളാഹുവിൻ്റെ ആ കോംപ്ലിക്കേറ്റ് സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ഇത്ര ഭംഗിയായിട്ട് 60, 70, 100 കൊല്ലം ഭംഗിയായ സിസ്റ്റം ഭംഗിയായി നടക്കുന്ന നമ്മുടെ ബോഡീൻ്റെ അകത്ത് എത്രയോ സെല്ലുകൾ, എത്രയോ ട്രില്യൺ സെല്ലുകൾ, എത്രയോ നമുക്കറിയാം ഹോർമോൺസുകൾ, എത്രയോ ട്രാൻസ്മിറ്റേഴ്സുകൾ. നമ്മുടെ ബോഡിയിൽ 50ഓളം ഹോർമോൺസ് ഉണ്ട്. 100ൽ കൂടുതൽ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ നഫ്സ് കയറുമ്പോൾ പിശാച് കയറുന്നു. നമ്മുടെ ഈഗോ, നമ്മുടെ അനിയന്ത്രിതമായ
ജൈന്ധവ സ്വഭാവത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? പൈശാചികമായ നമ്മുടെ ചിന്താമേഖല, അവിടെയും സൈക്കോളജിക്കൽ വിഷയങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം എന്താണ്, എന്തിനു വേണ്ടിയാണ് നോമ്പ് നോൽക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അടിസ്ഥാനപരമായി വെച്ചിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ആഹാരപാനീയം വർജിക്കണം, വിചാരങ്ങളെ കൺട്രോൾ ചെയ്യണം. ഈ ആഹാരപാനീയങ്ങളിലൂടെയും വിചാരങ്ങളിലൂടെയും അവൻ്റെ ബോഡിയിൽ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്ന, അവൻ്റെ നെർവസ് സിസ്റ്റമിലൂടെ എപ്പോഴും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചികമായ അതാണ് അൽജൂ. എന്താണ്? ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദ. മനുഷ്യൻ്റെ അവൻ്റെ ബോഡിയുടെ എല്ലാ നെർവ്സിലും ഞരമ്പുകളിലൂടെ പിശാച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫളയ്യഖുഹ ബിൽജൂ. അതിന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം? വയറ് കൺട്രോൾ ആവണം. നമ്മുടെ ഗട്ട്, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവൻ നന്നാക്കി എടുക്കുന്ന അവൻ്റെ വയറാണ്. വയറും അവൻ്റെ മനസ്സും, വയറും അവൻ്റെ ഹൃദയവും, വയറും അവൻ്റെ മാനസിക അവസ്ഥയിൽ ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനാകുന്നത്. അപ്പോൾ നോമ്പ് നമ്മളെ യഥാർത്ഥ മനുഷ്യൻ, എല്ലാ ഗുണങ്ങളുമുള്ള, ശരിക്കും അവൻ്റെ ജൈന്തികമായ വാസനകളൊക്കെ കൺട്രോൾ ചെയ്ത് അവൻ്റെ ഡൊപാമൈൻ, ഓക്സിടോക്സിൻ, അതുപോലെ തന്നെ സിറോട്ടിൻ, അതുപോലെ തന്നെ പല വ്യത്യസ്ത സ്വഭാവത്തിലുള്ള അവൻ്റെ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റി അവനെ അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സമൂഹത്തിനും അവൻ്റെ രാഷ്ട്രത്തിനും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യനാക്കി മാറ്റി അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമ്മൾക്ക് നിർബന്ധമാക്കിയത്. കേവലം ആഹാരപാനീയങ്ങൾ മാത്രം, ഒരു പാരമ്പര്യമായിട്ടുള്ള ആഹാരപാനീയങ്ങൾക്ക് മാത്രം വർദ്ധിച്ച് ഒരു വൈകിട്ട് ഒരു വമ്പൻ നോമ്പ് തുറ, അത് കഴിഞ്ഞ് ഒരു സ്പീഡ് തറാവി, ഇതല്ല അത് ലക്ഷ്യം. അതിൻ്റെ അവസ്ഥ മാറ്റിയിരിക്കുകയാണ്. നോമ്പ് പോലെ ആവണമെങ്കിൽ, ആ നമസ്കാരം പോലെ ആവണമെങ്കിൽ, ഏതൊരു കാര്യമാണോ നോമ്പ് കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിലക്കിയത്, ഏത് കാര്യങ്ങളെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, നോമ്പ് തുറന്ന ശേഷവും കൺട്രോൾ ആവണം. നോമ്പ് തുറക്കുമ്പോൾ ഓവറായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിഷ്ഫലമായി. അപ്പം നമസ്കാരം പോലെ നമസ്കരിക്കാൻ പറ്റില്ല, നമുക്ക് ഖിയാമുൽ ഭംഗിയായി ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെയൊക്കെ എന്താണ്, ഒരു പ്രൊപ്പോർഷൻ തെറ്റി, അല്ലെങ്കിൽ ഇംബാലൻസായി മാറി. അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതിൽ മർമ്മപ്രധാനമായിട്ടുള്ള ഡൊപാമൈൻ, അതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഡിസയേഴ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. തിന്നാനും കുടിക്കാനും അതുപോലെ ആനന്ദിക്കാനും, പ്ലഷർ സീക്കിങ്. ഡൊപാമൈൻ പ്ലഷർ സീക്കിംഗ് ആണ്. അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ സിറോട്ടോണിൻ, ഗാബ പോലത്തെ നല്ല പ്രൂഡൻസ്, നല്ല ബുദ്ധിയെ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥ നോമ്പിലൂടെ ഉണ്ടാകുന്നു. നോമ്പിലൂടെ ഈ പറയപ്പെടുന്ന ഡിസയേഴ്സുകൾ കൺട്രോൾ ചെയ്തുകൊണ്ട്, അവൻ ക്ഷമിച്ചുകൊണ്ട്, അവൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട്, അവൻ്റെ ബോഡി അവൻ്റെ കയ്യിലാണ്. നമ്മളെ പഴപ്പിക്കുന്ന നമ്മളാണ്. നമ്മുടെ അകത്തുള്ള നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ എനിമി, നമ്മുടെ ശത്രു നമ്മുടെ മനസ്സാണ്. ഈ നിലക്ക് എല്ലാ വൈകൃതങ്ങളും പേറുന്ന മനസ്സ് സ്വാഭാവികമായ ശത്രുവാണ്. അതിൻ്റെ കൂടെ പിശാചിൻ്റെ വസ്വാസ്, യുവസ്ഫിസു ഫീ സുദൂരിന്നാസ്. പിശാജ് അതുപോലെ തന്നെ ഒരു ബാഹ്യശക്തി എന്നുള്ള ഏറ്റവും വലുതായ പിശാചാണ് നമ്മുടെ ശത്രു. നമ്മുടെ ആന്തരികമായി നമ്മുടെ നഫ്സ് തന്നെ നമ്മുടെ ശത്രു. എന്തുകൊണ്ട്? പിശാചിനെ പിഴപ്പിച്ചത് പിശാചിൻ്റെ മനസ്സായിരുന്നല്ലോ, അല്ലേ? പിശാചിൻ്റെ കിബറായിരുന്നല്ലോ. അതെവിടുന്ന്? അവൻ്റെ മനസ്സ് വന്നതാണ്. അപ്പോൾ പിശാചിൻ്റെ മനസ്സ് പിശാചിനെ പിഴപ്പിച്ചുവെങ്കിൽ നമ്മളെങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ പരിപൂർണമായ സ്വഭാവത്തിലുള്ള നോമ്പ്, അസ്സൗമുലി വ അന അജ്സീ ബിഹി, ആ നോമ്പിന് ഒരു പ്രതിഫലവുമില്ല, അള്ളാഹു നേരിട്ട് നൽകുന്ന പ്രതിഫലമാണ്. ഒരിക്കലും ആ നോമ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന നന്മകളെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം നമ്മുടെ സുന്നത്തുകൾക്ക് ഫർളിൻ്റെ കൂലി, ഫർളിന് അതിൻ്റെ വലിയ കൂലികളുടെ കൂലി, നമ്മുടെ നിയത്ത് പോലെയും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ രീതി പോലെയും നമ്മുടെ നിഷ്കളങ്കത പോലെയും അതിൻ്റെ പ്രതിഫലം. അപ്പോൾ ആ നിലക്ക് നമ്മൾ സർവോന്മുഖമായ വിജയത്തിന് വേണ്ടിയാണ് നോമ്പുള്ളത്. ആ നോമ്പിലൂടെ നമ്മുടെ സൈക്കോളജിക്കൽ കൺട്രോൾ, നമ്മളെ മാനസികമായ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ പോകുന്നു, നമ്മുടെ ദുഃഖങ്ങൾ കുറയുന്നു, നമ്മുടെ ചിന്തകൾ കൺട്രോൾ ആകുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ കൺട്രോൾ ആകുന്നു. എന്താ കാരണം? നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ
ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺസ് കൺട്രോൾ ആവുകയാണ്. അതേ സ്ഥലത്ത് വിവേകത്തിൻ്റെയും വിവേചനത്തിൻ്റെയും അതുപോലെ വകതിരിവിൻ്റെയും ആത്മീയതയുടെയും ഘടകങ്ങളടങ്ങിയ സിറോട്ടോണിൻ, ഗാബ ഹോർമോൺസ് നമ്മുടെ ബോഡീൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ നിലക്ക് നമ്മളെല്ലാം ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് അസ്സൗം അൽ ഖവാസ്, നല്ല നിലക്ക് നോമ്പ് നോൽക്കുന്ന നല്ല മുത്തഖിയായ മനുഷ്യരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിനു വേണ്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുക. കഴിവിൻ്റെ പരമാവധി നല്ലൊരു മൈൻഡ്ഫുൾ, പറഞ്ഞല്ലോ, ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കണം. നമ്മൾ ശരിക്കും നല്ല ഒരു ശ്രദ്ധയോടുകൂടി ചെയ്യണം. നമ്മൾ പലപ്പോഴും അശ്രദ്ധയാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ നോമ്പിനെ നോമ്പല്ലാതാക്കുന്നതും നമ്മുടെ പ്രതിഫലത്തെ കുറച്ച് കളയും നമ്മുടെ ഹീഡ്ലെസ് അല്ലെങ്കിൽ കെയർലെസ്നെസ്. അപ്പോൾ എന്ത് ചെയ്യണം? മൈൻഡ്ഫുൾ ആയിരിക്കണം. എത്ര കണ്ട് മൈൻഡ്ഫുൾ ആകുന്നുവോ അത്ര കണ്ട് ഈ പറയപ്പെടുന്ന മൂന്ന് ഗുണങ്ങളുമുള്ള യഥാർത്ഥ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കും. അതാണ് സൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോൽക്കുവീൻ. എന്നിട്ടോ നല്ല ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം, അതുപോലെ തന്നെ മാനസികമായ ആരോഗ്യം വളർത്തു എന്ന് ഹദീസ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇവ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല നിലക്ക് നോമ്പിനെ പരിപൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നോറ്റുവിടുവാൻ നമ്മൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.